ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ, വേസ്റ്റ് മെറ്റീരിയൽസ് മീൻസ് നമ്മൾ കട്ട് ചെയ്തൊക്കെ വേസ്റ്റ് വന്ന കട്ട് പീസ് കൊണ്ടാണ് ഇന്ന് ഞാനിത് ഈ ഒരു ഉടുപ്പ് ഇതെടുത്തേക്കുന്നത്. ഈ പാൻറ്റ് ചെയ്തത് ബ്രൊക്കേഡ് മെറ്റീരിയലാണ്, അതും ബാലൻസ് വന്ന ഒരു പീസാണ്. അതുപോലെ ടോപ്പ് ചെയ്തേക്കുന്നത് ഒരു ഓണത്തിന് ടോപ്പ് തച്ചതിൻ്റെ ബാക്കി പീസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും അല്ല, അങ്ങനെയൊന്നും ആക്കാൻ പറ്റില്ല. കാരണം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു, അതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു ഡ്രസ്സിൻ്റെ അളവിൽ ചാർട്ടിൻ്റെ പുറത്ത് വെച്ച് അത് നോക്കിയിട്ട് ഒരു പാറ്റേൺ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാറ്റേണിന് ഞാൻ നമ്മുടെ ഈ ബ്രൊക്കേഡ് പീസ് നാലാക്കി മടക്കി വെച്ചേക്കുവാണ്. നാലാക്കി മടക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ വന്നൊരു ടോപ്പാണ്. ഇതാണ് മെറ്റീരിയൽ. ഇത് എത്രത്തോളം തികയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഹോൾട്ടർ നെക്കായിട്ടാണ് ചെയ്ത് വന്നപ്പോൾ തന്നെ വെട്ടിയൊക്കെ കഴിഞ്ഞ് കട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം കോളറിൻ്റെ അവിടെ വെക്കാനുള്ള തുണി തികഞ്ഞില്ല. പിന്നെ എല്ലാം കൂടി കട്ട് ചെയ്ത് പിന്നെ ഇതിലും വേസ്റ്റ് വന്ന പീസിനെ എടുത്തിട്ട് അതിനെ വീണ്ടും കട്ട് ചെയ്ത് ജോയിൻ ചെയ്താണ് ഈ ടോപ്പ് ഞാൻ ചെയ്തെടുത്തത്. ആ ടോപ്പ് വളരെ ഫ്ലോപ്പായിപ്പോയി. എനിക്ക് ആകെ കോളറിൻ്റെ അവിടെ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത്. ഞാനതിൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യണോ വേണ്ടിയോ എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്തേക്കാം. അളവും കാര്യങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വലിയ പ്രതീക്ഷയോടുകൂടി ഞാൻ ചെയ്തൊരു ടോപ്പായിരുന്നു ഇത്. രണ്ടാമത്തെ മോൾക്ക് വേണ്ടി ചെയ്തതാണ്, ചോട്ടുവിന് ചെയ്തത്. പക്ഷേ അത് എനിക്ക് കോളറിൻ്റെ അവിടെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതാണ് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ ചെയ്തെടുത്തത്. എനിക്ക് ഒട്ടും ആ കോളർ ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ചില സമയത്ത് ശരിയാവും, ചില സമയത്ത് ശരിയാവില്ല. ഇന്നെന്തായാലും എനിക്കിതങ്ങ് തീരെ അങ്ങ് ഒത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിനെ എടുത്തങ്ങ് കളഞ്ഞിട്ട് ഞാൻ വേറെ ഒരു കട്ട് പീസ് എടുത്തു. ഇതും ഒരു കട്ട് പീസ് തന്നെയാണ്. അപ്പോൾ ഇതിനെ ഞാൻ എടുത്തിട്ട് ഇനി എന്ത് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോൾഡറിൻ്റെ അവിടെ മുതൽ നമുക്ക് ആം ഹോളും അങ്ങനെ എടുത്തിട്ട് ഷോൾഡറിൽ ചുമ്മാ ആ കസവ് മാത്രമായിട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്കും എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നേരത്തെ ചെയ്തത് ചീറ്റിപ്പോയെങ്കിലും ഇപ്രാവശ്യം ചെയ്തത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ഞാൻ നമ്മുടെ ആ കസവിനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ സ്ലീവ് പോർഷനായിട്ട് കസവിന് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ ചെയ്തത്. പക്ഷേ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സ്ലീവിന് ഞാൻ അവിടെ കസവാണ് കൊടുത്തേക്കുന്നത്. ഇടാനും നല്ല സുഖമാണ്. ഞാൻ കോട്ടൺ ലൈനിങ് ഒക്കെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച പാൻറ്റും അതുപോലെ തന്നെ ഈ ടോപ്പും രണ്ടും വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.